സെപ്റ്റംബർ 5 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ, വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസ അൽബേനിയൻ പലചരക്ക് വ്യാപാരിയുടെ മകളായ ആഗ്നസ് 1910 ഓഗസ്റ്റ് 26 ജനിച്ചത്. മാതാപിതാക്കളുടെ ഇളയ സന്താനമായി ജനിച്ച അവളുടെ മാമോദീസ ഓഗസ്റ്റ് 27 ഈ ദിവസമാണ് തൻ്റെ യഥാർത്ഥ ജന്മദിനമെന്ന് പറയുവാൻ അവൾ കൂടുതൽ ആഗ്രഹിച്ചത്. ആഗ്നസിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് മരിച്ചു. പിന്നീട് മക്കൾ 3 പേരെയും വളർത്തിയത് മാതാവായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ അവൾ വായിച്ചിരുന്നത് മിഷണറിമാരുടെ അനുഭവ കഥകളായിരുന്നു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആഗ്നസ് 18-ാം വയസ്സിൽ മിഷണറിയാകാനുള്ള ആഗ്രഹത്താൽ ലൊറേത്തോ സന്യാസിനി സഭയിൽ ചേർന്നു. 1929 നൊവീഷ്യേറ്റ് പരിശീലനത്തിനായി അവൾ ഭാരതത്തിലെത്തി. 1931 മെയ് 24 അവൾ തൻ്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. ആ അവസരത്തിലാണ് മിഷൻ മധ്യസ്ഥയായ ലിസ്യുവിലെ വിശുദ്ധ തെരേസയെ തൻ്റെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ചുകൊണ്ട് ആഗ്നസ് തെരേസ എന്ന പേര് സ്വീകരിച്ചത്. 1937 മെയ് 24 തെരേസ നിത്യവ്രത വാഗ്ദാനം നടത്തി. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികളും പാവങ്ങളുടെ രോദനവും സിസ്റ്റർ തെരേസയ്ക്ക് തൻ്റെ ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകി. തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ സിസ്റ്റർ തെരേസ 1950 ഒക്ടോബർ 7 ഉപവയുടെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതീകമായി നീലക്കരയുള്ള വെള്ളസാരി ഔദ്യോഗിക വസ്ത്രമായി സ്വീകരിച്ചു. 1963 ഉപവയുടെ സഹോദരന്മാർ എന്ന പേരിൽ പുരുഷന്മാർക്കായും ഒരു സന്യാസ സമൂഹം രൂപീകരിച്ചു. സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. പിന്നീട് ഈ 2 സന്യാസിനി സമൂഹങ്ങൾക്കും പുറമെ നാനാജാതി മതസ്ഥർ ചേർന്നുള്ള സേവാ സംഘത്തിനും തുടക്കം കുറിച്ചു. 1965 MC സഭയ്ക്ക് പൊന്തിഫിക്കൽ പദവി ലഭിച്ചു. തുടർന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. പ്രാർത്ഥനയും പ്രവർത്തനവും കോർത്തിണക്കിയ ഒരു ശൈലിയാണ് മദർ തെരേസ അനുഷ്ഠിച്ചു പോന്നിരുന്നത്. തൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ശക്തി അവൾ സമ്പാദിച്ചിരുന്നത് വിശുദ്ധ ബലിയിൽ നിന്നും താൻ അനുഷ്ഠിച്ചിരുന്ന ഭക്ത അനുഷ്ഠാനങ്ങളിൽ നിന്നുമായിരുന്നു. വിശ്വാസവും സഹാനുഭൂതിയും നിസ്വാർത്ഥ സ്നേഹവും വഴി മനുഷ്യകുലത്തെ സേവിച്ച അത്യുജ്വല വ്യക്തിത്വമായിരുന്നു മദറിൻ്റേത്. മദറിൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് 1962 പത്മശ്രീ അവാർഡും 1980 ഭാരതരത്ന അവാർഡും നൽകി ഭാരത സർക്കാർ മദർ തെരേസയെ ആദരിച്ചു. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ലോകം മദറിനെ ബഹുമാനിച്ചു. മദർ തെരേസയുടെ മാർഗനിർദ്ദേശപ്രകാരം മിഷണറീസ് ഓഫ് ചാരിറ്റി ഇന്ത്യയിലെ അസൻസോളിനടുത്ത് ശാന്തിനഗർ എന്ന പേരിൽ കുഷ്ഠരോഗ കോളനി നിർമ്മിച്ചു. സമാധാനത്തിൻ്റെ നഗരം എന്നാണ് ശാന്തിനഗർ അറിയപ്പെട്ടിരുന്നത്. എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്ത ആ പുണ്യാത്മാവ് 1997 സെപ്റ്റംബർ 5 ഇഹലോകവാസം വെടിഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മദർ തെരേസയുടെ നാമകരണ നടപടികളും പെട്ടെന്നായിരുന്നു. 2003 ഒക്ടോബർ 10 ജോൺ പോൾ 2 മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിൽ വെച്ച് കൊൽക്കത്തായിലെ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്നും നമ്മുടെ അമ്മയായ തെരേസ ദരിദ്രർ, രോഗികൾ, വൃദ്ധർ, അന്ധർ, കുഷ്ഠരോഗികൾ, വികലാംഗർ എന്നിവയ്ക്കായി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു മിഷണറിയായി ജീവത്യാഗം ചെയ്ത വിശുദ്ധ മദർ തെരേസയെ നല്ലൊരു മിഷണറിയാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.